ഇപ്പോൾ ഒരുപാട് പേര് ശരിക്കും ഡിഗ്രി ആയിട്ടൊക്കെ സൈബർ സെക്യൂരിറ്റി പഠിക്കുന്നവരുണ്ട്. പക്ഷെ ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ അക്കാഡമിയും ഇൻഡസ്ട്രിയും തമ്മിൽ വലിയൊരു ഗ്യാപ്പ്, നമുക്ക് വലിയൊരു അന്തരമുണ്ട്. അപ്പോൾ ഇത് പരിഹരിക്കാൻ വേണ്ടി നിങ്ങൾ എന്താണ് ശരിക്കും ട്രെയിനിങ്ങിൽ ചെയ്യുന്നത്? ശരിക്കും വളരെ റിലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഇപ്പം ധനൂപ് ചോദിച്ചത്. കാരണം ശരിക്കും ഇൻഡസ്ട്രിയും അക്കാദമിയും തമ്മിലുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ടെക് ബൈ ആയിട്ട് ഫസ്റ്റായിട്ട് ആരംഭിച്ചൊരു പ്രോഗ്രാം പ്രോ കണക്റ്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാം നമ്മൾ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ബാംഗ്ലൂർ ബ്രാഞ്ചിലായിരുന്നു. ആദ്യത്തെ പ്രോഗ്രാമിന് സ്പീക്കറായിട്ട് വന്നത് അലക്സ് എന്ന് പറഞ്ഞ സാറ്, അദ്ദേഹം ഫിലിപ്സ് കമ്പനിയിലെ സൈബർ എക്സ്പെർട്ടായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അതിനുശേഷം നമ്മൾ ഒരുപാട് സൈബർ എക്സ്പെർട്ടുകൾ, ആക്റ്റീവ് ബൈറ്റ്സിൻ്റെ ഡയറക്ടറായിട്ടുള്ള അനീൽ സാർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവയിൽ വർക്ക് ചെയ്യുന്ന മുരളീകൃഷ്ണ സാർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒപ്റ്റി സെക്യൂരിറ്റി വർക്ക് ചെയ്യുന്ന രാകേഷ് ശർമ്മ സാർ വന്നിട്ടുണ്ട്. ഉദുങ്ക കമ്പനിയിൽ നിന്ന് രാകേഷ് ആർ നായിക്ക്, അതുപോലെ തന്നെ ആർദ്ര ബെന്നി ഇൻഫോസിസ്, ഇങ്ങനെ ഒരുപാട് പ്രശസ്തരായിട്ടുള്ള സൈബർ എക്സ്പെർട്ടുകൾ ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ടാണ് നമ്മുടെ കുട്ടികൾക്ക് ഈ ഒരു പ്രോഗ്രാം കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചെയ്യുന്ന വേറൊരു കാര്യം, നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുള്ള കോളേജസിൽ നിന്ന് മിടുക്കരായിട്ടുള്ള കുട്ടികൾക്ക് ഈ പ്രോഗ്രാം പങ്കെടുക്കാനുള്ള ഒരു അവസരം കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ബാംഗ്ലൂരിലെ പ്രോഗ്രാമിന് നമ്മൾ മൗണ്ട് കാർമൽ, ജെയിൻ ഫോറൻസിക്സ് ക്യാമ്പസ്, ജ്യോതി നിവാസ് ഇങ്ങനെയുള്ള കോളേജുകളിൽ നിന്ന്, അതുപോലെ തന്നെ ഓരോ പ്രോഗ്രാമിന് നമ്മൾ സെലക്ട് ചെയ്ത 3 കോളേജിൽ നിന്ന് മിടുക്കരായിട്ടുള്ള 5 വിദ്യാർത്ഥികൾക്ക് ഫ്രീ ആയിട്ട് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാനുള്ള അവസരം കൊടുക്കും. അതുപോലെ ട്രിവാൻഡ്രത്തെ പ്രോഗ്രാം നടന്നപ്പോൾ LBS വുമൻസ് കോളേജ്, ബാട്ടൺ ഹിൽ കോളേജ്, അതുപോലെ തന്നെ രാജധാനി കോളേജ്, അതുപോലെ തന്നെ എറണാകുളത്തെ പരിപാടി നടന്നപ്പോൾ സെൻറ്റ് തെരേസസ്, SH തേവര, അല്ലമിൻ കോളേജ്, അങ്ങനെ ഓരോ പ്രോഗ്രാമിലും നമ്മൾ 3 കോളേജുകൾ സെലക്ട് ചെയ്തിട്ട് അവിടുത്തെ 5ഓളം വിദ്യാർത്ഥികളെ, മിടുക്കരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഫ്രീ ആയിട്ട് ഈ പ്രോഗ്രാം കൊടുക്കണം. അപ്പോൾ അങ്ങനെയുള്ളൊരു ആക്ടിവിറ്റിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ തന്നെ ഒരു അഡ്വൈസറി പാനൽ നമ്മൾ ഈ സൈബർ സെക്യൂരിറ്റി മേഖലയിൽ ടെക് ബൈ ഹേർട്ടിൽ ഇപ്പോൾ ഫോം ചെയ്തിട്ടുണ്ട്. അതിൽ ഒരുപാട് പ്രശസ്ത EY, അതുപോലെ തന്നെ സാംസങ്, അതുപോലെ തന്നെ ഉദുങ്ക, ഇൻഫോസിസ്, SAP ലാബ്, ഇങ്ങനെ ഒരുപാട് കമ്പനികളുള്ള സൈബർ മേഖലയിൽ എക്സ്പേർട്ടായിട്ട് വളരെ മികച്ച പൊസിഷനിൽ ജോലി ചെയ്യുന്ന മോർ ദാൻ 5+, 10+ ഇയർ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ വെച്ചിട്ടാണ് നമ്മൾ ഈ അഡ്വൈസറി പാനൽ, എനിക്കൊന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഇനീഷ്യേറ്റീവ് അക്കാദമി എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ശരിക്കും നമുക്ക് ഇൻഡസ്ട്രിയായിട്ട് ടൈപ്പ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കേവലം അക്കാദമിക് ആക്ടിവിറ്റിയിൽ ഉപരി നമ്മൾ ഒരുപാട് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാറുണ്ട്. ഇപ്പം ബഗ് ബൗണ്ടി സെഷൻസ് നമ്മൾ വെക്കാറുണ്ട്. അതുപോലെ തന്നെ CTF ചലഞ്ചുകൾ നമ്മൾ ചെയ്യാറുണ്ട്. ഹാക്കത്തോൺസ് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള ആക്ടിവിറ്റികൾ നമ്മൾ ആക്ച്വലി ചെയ്യാറുണ്ട്. ശരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുട്ടികൾ സ്കില്ലില്ലാത്തതാണ് കുട്ടികളുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. ടെക്നിക്കലി സ്കിൽഡ് ആയിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മളുടെ പഠനത്തോടൊപ്പം തന്നെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള കുട്ടികൾക്ക് ഏത് ടോപ്പിക്കാണോ ഇഷ്ടം ആ ടോപ്പിക്കിൽ ഊന്നി പഠിക്കുക, അതിനോടായിട്ടുള്ള സ്കില്ലുകൾ ആ മേഖലയിൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ശരിക്കും സ്റ്റുഡൻസ് ഫോക്കസ് ചെയ്താൽ മാത്രമേ മികച്ചൊരു ജോലി അവർക്ക് ഈ മേഖലയിൽ, ഏത് മേഖലയിലാണോ അവർക്ക് ഇഷ്ടം, സൈബർ സെക്യൂരിറ്റി ഇഷ്ടമുള്ളവർ കുട്ടികൾക്ക് സൈബർ സെക്യൂരിറ്റി പഠിക്കാം, AI ആണ് ഇഷ്ടമെങ്കിൽ AI പഠിക്കാം, ഡാറ്റാ സയൻസ് ഇഷ്ടമുള്ളവർക്ക് ഡാറ്റാ സയൻസ് പഠിക്കാം. അവർക്ക് ഏത് മേഖലയിലാണോ പാഷൻ ആ മേഖലയിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ആ മേഖലയിലുള്ള സ്കില്ല് അവർ ഡെവലപ്പ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ വളരെ മെച്ചപ്പെട്ട ജോലി കിട്ടും, ഉറപ്പാണ്. അപ്പോൾ ആ രീതിയിലായിരിക്കണം കുട്ടികൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. ഇപ്പോൾ ഒരുപാട് കുട്ടികൾ ലിങ്ക്ഡിൻ പോലത്തെ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് ശരിക്കും ജോലിയിലേക്ക് എത്താൻ അവരെ എത്രമാത്രം സഹായിക്കുന്നുണ്ട്? ലിങ്ക്ഡിൻ ശരിക്കും വളരെ എല്ലാ കുട്ടികളും ലിങ്ക്ഡിനിൽ ശരിക്കും അക്കൗണ്ട് തുടങ്ങണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ഒരു കോളേജിൽ നമ്മൾ ഒരു സെഷൻ എടുക്കാൻ പോകുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട് എത്ര കുട്ടികൾക്ക് ലിങ്ക്ഡിൻ അക്കൗണ്ട് ഉണ്ട് നമ്മൾ ചോദിക്കാറുണ്ട്. എത്ര കുട്ടികൾക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടെന്ന് ചോദിക്കും, എത്ര കുട്ടികൾക്ക് സ്നാപ്ചാറ്റ് ഉണ്ടെന്ന് ചോദിക്കും. അപ്പോൾ ഇൻസ്റ്റാഗ്രാമും സ്നാപ്ചാറ്റുള്ള കുട്ടികൾ 99% ആണെങ്കിൽ ലിങ്ക്ഡിനുള്ള കുട്ടികൾ 40% ആയിരിക്കും. അതാണ് നമ്മുടെ കോളേജസിൻ്റെ അവസ്ഥ. പക്ഷേ അപ്പോൾ നമ്മൾ പറയാറുണ്ട് നിർബന്ധമായിട്ട് നിങ്ങൾ ലിങ്ക്ഡിൻ അക്കൗണ്ട് തുടങ്ങുക. കാരണം നമ്മുടെ സ്കില്ല് ഷോക്കേസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡിൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു സെമിനാറിൽ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ, കുട്ടികളൊരു സെമിനാറിൽ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ആ സെമിനാറിൽ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു, അതുപോലെ തന്നെ എന്തൊക്കെ മനസ്സിലാക്കി, അതുപോലെ തന്നെ അവരുടെ വിഷൻ എന്താണ്, ഇതൊക്കെ നമുക്ക് ലിങ്ക്ഡിനിൽ പോസ്റ്റ് ചെയ്യാം. ഒരുപാട് വലിയ വലിയ കമ്പനികളുടെ HR-മാരെയൊക്കെ നമുക്ക് ലിങ്ക്ഡിനിൽ കണക്ട് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഔട്ട്സൈഡ് ഹയറിങ്, ക്യാമ്പസിൻ്റെ പുറത്ത് ഏറ്റവും വലിയൊരു ഹയറിങ് നടക്കുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് ലിങ്ക്ഡിൻ മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻഡീഡ്, നൗക്കരി, ഒരുപാട് പ്ലാറ്റ്ഫോമിൽ കൂടി ഇപ്പം നല്ല രീതിയിൽ കുട്ടികൾക്ക് ജോലിക്കൊക്കെ വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളെ കുട്ടികൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക. ലിങ്ക്ഡിൻ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം കുട്ടികൾ മാക്സിമം അവരുടെ സ്കില്ല് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി ഉപയോഗപ്പെടുത്തണം തന്നെയാണ്. ശരിക്കും ലിങ്ക്ഡിൻ വളരെ കുട്ടികൾക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. അപ്പോൾ എന്തായാലും അക്കൗണ്ട് ഇപ്പോൾ ലിങ്ക്ഡിൻ വർക്ക്ഷോപ്പുകൾ ഞാൻ കണ്ടു, മിക്ക കോളേജുകളും ഈ ഒരു ആവശ്യം മനസ്സിലാക്കിയിട്ട് ലിങ്ക്ഡിൻ വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ട്. അത് എങ്ങനെ ലിങ്ക്ഡിനിൽ അക്കൗണ്ട് തുടങ്ങാം, എങ്ങനെ ഈ അക്കൗണ്ട് മാനേജ് ചെയ്യാം, അപ്പോൾ ഇതൊക്കെ വളരെ ആവശ്യമുള്ള കാര്യങ്ങളാണ്. അപ്പം
കുട്ടികൾ ലിങ്ക്ഡിനിൽ ആക്റ്റീവ് ആയിരിക്കുക, നമ്മളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക, അതുപോലെ തന്നെ ആ കാര്യങ്ങളൊക്കെ ഷോക്കേസ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമും കൂടിയാണ് ലിങ്ക്ഡിൻ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. മുറി വൈദ്യന്മാർ ആളെ കൊല്ലുന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ. അപ്പോൾ ഒരുപാട് കുട്ടികൾ ഇപ്പോൾ യൂട്യൂബ് അതുപോലെ ഓൺലൈൻ വെബ്സൈറ്റുകളൊക്കെ നോക്കി നെറ്റിലുള്ള റിസോഴ്സസ് ഒക്കെ വെച്ചിട്ട് സൈബർ സെക്യൂരിറ്റി, എത്തിക്കൽ ഹാക്കിംഗ് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്കും അവർക്ക് ഗുണം ചെയ്യുമോ അതോ ദോഷങ്ങളുണ്ടോ ഇതിൽ? ധനൂപ് ചോദിച്ച ആ ക്വസ്റ്റ്യനിൽ ഉത്തരവും ധനൂപ് തന്നെ പറഞ്ഞു. മുറിവൈദ്യന്മാർ ആളെ കൊല്ലും, അത് തന്നെയാണ് കറക്റ്റ് ആൻസർ. കാരണം ഇവർ യൂട്യൂബൊക്കെ നോക്കി പഠിച്ച് ഇവരിത് അപ്ലൈ ചെയ്യുകയാണ് സൊസൈറ്റിയിൽ. സ്ക്രിപ്റ്റ് കിഡീസ് എന്ന് പറയും. കാരണം യൂട്യൂബിൽ നിന്നുള്ള ഒരുപാട് വീഡിയോസൊക്കെ, എല്ലാ വീഡിയോസും മോശം എന്നല്ല, ഒരുപാട് നല്ല വീഡിയോസ് ഉണ്ട് യൂട്യൂബിൽ. പക്ഷേ കുട്ടികൾ എനിക്ക് തോന്നുന്നത് ഒന്നുകൂടെ ഒരു ഗുരുമുഖത്തുനിന്ന് പഠിച്ചാൽ, ഒരു ഫാക്കൽറ്റിയുടെ അടുത്തുനിന്ന് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും എൻ്റെ അഭിപ്രായം. കാരണം ചെറിയ 5ാം ക്ലാസ്സോ 6ാം ക്ലാസ്സിലെ കുട്ടികൾ വരെ ഇതിനോട്ടുള്ളൊരു പാഷൻ കൊണ്ട്, അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി ആഗ്രഹം കൊണ്ട് ഇങ്ങനെയുള്ള വീഡിയോകൾ കണ്ടിട്ട് ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് സൊസൈറ്റിയിൽ. അപ്പം സൈബർ സെക്യൂരിറ്റി ഒരുപാട് തൊഴിലവസരങ്ങൾ ഉള്ളതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുള്ളൊരു മേഖലയാണ് സൈബർ സെക്യൂരിറ്റി. ഒരു ഹാക്കർ ആവാനും ഒരു എത്തിക്കൽ ഹാക്കർ ആവാനും എളുപ്പമാണ്. നമ്മൾ ഒരിക്കലും ഒരു ഹാക്കർ ആവാതിരിക്കുക. ഈ മേഖലയോട് ഇഷ്ടമുണ്ടെങ്കിൽ നല്ലൊരു എത്തിക്കൽ ഹാക്കർ ആവുക. അപ്പം ഞാൻ തൊഴിലവസരങ്ങൾ പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, അതായത് സെക്യൂരിറ്റി അനലിസ്റ്റ്, പെനിട്രേഷൻ ടെസ്റ്റർ, സോക്ക് അനലിസ്റ്റ്, സെക്യൂരിറ്റി മാനേജർ, ഇങ്ങനെ ഒരുപാട് നല്ല നല്ല പോസ്റ്റുകളുണ്ട്. അപ്പം ആ പോസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് എത്താൻ വേണ്ടിയിട്ട് നല്ല വർക്ക് ചെയ്യുക. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതിൻ്റെ ഒരുപാട് നല്ല കോഴ്സുകളുണ്ട്. ഇപ്പോൾ നമ്മൾ EC കൗൺസിലിൻ്റെ ഒരുപാട് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 6 മന്ത്, 3 മന്ത് ഒരുപാട് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സർട്ടിഫൈഡ് എത്തിക്കൽ ഹാക്കറിൻ്റെ കോഴ്സുണ്ട്, സോക്ക് അനലിസ്റ്റിൻ്റെ കോഴ്സുണ്ട്. ഇങ്ങനെ ഒരുപാട് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നല്ല കോഴ്സുകൾ എടുത്ത് പഠിക്കുക, സൈബർ സെക്യൂരിറ്റിയുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മാക്സിമം ഈ മേഖലയിൽ നല്ല ജോലി സമ്പാദിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ മേഖലയെക്കുറിച്ച് മാക്സിമം അറിവ് സമ്പാദിക്കുക. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ യൂട്യൂബൊക്കെ നോക്കി ഇങ്ങനെയുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ചെയ്യാതിരിക്കുക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, കുട്ടികളിങ്ങനെ യൂട്യൂബ് നോക്കി ഒരു വീഡിയോ കണ്ടിട്ട് അതുപോലെ ചെയ്തു, അവരവരുടെ കോളേജിൻ്റെ വെബ്സൈറ്റിലേക്ക് അറ്റാക്ക് ചെയ്തു. അപ്പോൾ വെബ്സൈറ്റ് തന്നെ കുറേ നേരം ആർക്കും ആക്സസ് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് പോകും. അതെ, നമ്മൾ ഡോസ് അറ്റാക്ക് എന്ന് പറയും അതിനെ. ഡോസ് അറ്റാക്കുകൾ ചില വെബ്സൈറ്റിലൊക്കെ പരീക്ഷിക്കാറുണ്ട്. അപ്പം അത് അവരുടെ പെർമിഷനോട് കൂടിയിട്ടുള്ള ചില സൈറ്റുകളിൽ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ കുട്ടികൾ അത് കണ്ടിട്ട് അവരുടെ കോളേജ് വെബ്സൈറ്റ് ഹാക്ക് ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. കാരണം നല്ലത് പഠിപ്പിക്കും, അതിലെ നല്ല കാര്യങ്ങൾ മാത്രം എടുക്കുക എന്നുള്ളതാണ്. അപ്പം ഒരിക്കലും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ സൈബർ നിയമങ്ങൾ ഇന്ത്യയിൽ വളരെ ശക്തമാണ്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് വിദ്യാർത്ഥികൾ ഒരിക്കലും ഒരു ഹാക്കർ ആവരുത്. അതുപോലെ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് കേട്ടിട്ടുണ്ട്. ഒരു കുട്ടി, അവൻ ക്ലാസ്സിലൊന്നും കയറാതെ ഇങ്ങനെ ഉഴപ്പി നടന്നൊരു കുട്ടി. പക്ഷേ അവന് എക്സാം ആവാറായപ്പോൾ അവന് ഹോൾ ടിക്കറ്റ് കിട്ടുന്നു. അവന് ഇൻറ്റേർണൽ മാർക്ക് കുറവായിരുന്നു, പക്ഷേ എക്സാം ആവാറായപ്പോൾ ഇൻറ്റേർണൽ മാർക്ക് ഏകദേശം മിനിമം ഇൻറ്റേർണൽ മാർക്ക് കിട്ടുന്നു. അങ്ങനെ അവൻ എക്സാമിലേക്ക് പോകുന്നു. പിന്നീട് യൂണിവേഴ്സിറ്റി ഇടപെട്ടപ്പോൾ അറിയുന്നു അവൻ യൂണിവേഴ്സിറ്റിയുടെ ഡാറ്റാബേസിൽ കയറി മാർക്ക് തിരുത്തി എന്നൊരു സംഭവം. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവം ഞാൻ കേട്ടിട്ടുണ്ട്. ധനുപ് പറഞ്ഞത് കറക്റ്റാണ്. ഈ സംഭവം ഞാനും കേട്ടിട്ടുണ്ട്. പക്ഷേ മാർക്ക് തിരുത്തി എന്നുള്ളത് വരെ ധനുപ് പറഞ്ഞിട്ടുള്ളൂ. അതിനുശേഷം ആ കുട്ടിക്ക് ലഭിച്ച ശിക്ഷ അവനെ ഡീബാർ ചെയ്തു ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. അപ്പം ആ രീതിയിൽ എനിക്ക് തോന്നുന്നു അവനക്കെതിരെ കേസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ശിക്ഷാവിധികൾ ഭയങ്കര സ്ട്രോങ് ആണ്. ഒരിക്കലും കുട്ടികൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കുക. പോസിറ്റീവ് സെൻസ്, നല്ല കാര്യങ്ങൾ മാത്രം, നമ്മൾ സൈബർ സെക്യൂരിറ്റി മേഖലയിലെ നല്ല കാര്യങ്ങൾ മാത്രം എടുക്കുക. ഒരു നാണയത്തിന് 2 വശമുണ്ട്. അപ്പോൾ അതിലെ നല്ല വശങ്ങൾ മാത്രം നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. അപ്പം ഒരിക്കലും ഒരു ഹാക്കർ ആവരുത്, നല്ലൊരു എത്തിക്കൽ ഹാക്കർ ആവുക. അതാണ്. കാരണം ഈ മേഖലയിൽ അത്രക്കും ഫോറൻസിക്സ് മേഖലയിൽ ഒരുപാട് തൊഴിലവസരങ്ങളുണ്ട്. അതുപോലെ തന്നെ പല IT കമ്പനിയിൽ ഒരുപാട് തൊഴിലവസരങ്ങളുണ്ട്. സൈബർ സെക്യൂരിറ്റി പഠിപ്പിക്കുന്ന കോളേജുകളിലും അക്കാദമികളിലും ഒരുപാട് ഫാക്കൽറ്റി ഓപ്ഷൻസ് ഇപ്പോൾ ഉണ്ട്. അപ്പം കുട്ടികൾ ഇങ്ങനെയുള്ള ഓപ്ഷൻസ് തിരിച്ചറിയുക, ഓപ്പർച്യൂണിറ്റീസ് അറിയുക. അതുപോലെ തന്നെ ഇപ്പം ഒരുപാട് കമ്പനികൾ, ഒരു എൻ്റർപ്രണറായിട്ട് സൈബർ സെക്യൂരിറ്റി മേഖലയിൽ നിന്നുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ വരുന്നുണ്ട്. അപ്പം ഏത് മേഖലയിൽ സൈബർ സെക്യൂരിറ്റി ഇഷ്ടമുള്ള കുട്ടികൾക്ക് എക്സൽ ചെയ്യാനുള്ള അവസരങ്ങൾ മൊത്തം സൈബർ സെക്യൂരിറ്റി മേഖലയിൽ തന്നെയുണ്ട്. അതിനെ തിരിച്ചറിയുക, അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലും ജിമെയിലൊക്കെ പാസ്വേഡുകൾ സെറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ പാസ്വേഡുകൾ സെറ്റ് ചെയ്താലും പലപ്പോഴും ഇത്തരത്തിലുള്ള അക്കൗണ്ടുകളൊക്കെ ഹാക്ക് ചെയ്യപ്പെടാറുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ എന്താണ് ശരിക്കും ശ്രദ്ധിക്കാനുള്ളത്? ശരിക്കും പാസ്വേഡുകൾ ഇപ്പോഴും എനിക്ക് തോന്നുന്നത് എല്ലാ ആൾക്കാരും, ഇപ്പം വളരെ വലിയ വിദ്യാഭ്യാസമുള്ള വളരെ ഉയർന്ന പൊസിഷനിലെ ആൾക്കാർ വരെ പല പാസ്വേഡും പറയുകയാണെങ്കിൽ 1 2 3 4, ഇല്ലെങ്കിൽ ABCD, ഇല്ലെങ്കിൽ പേരിൻ്റെ ആദ്യത്തെ ശ്രീനാഥിൽ ശ്രീ, ഇങ്ങനെയൊക്കെയാണ് പാസ്വേഡുകൾ വരുന്നത്. അപ്പം നമ്മൾ ശരിക്കും വളരെ ഹാക്കേഴ്സിനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ കഴിയുന്ന രീതിയിലാണ് നമ്മുടെ ഇപ്പോൾ പലരുടെയും പാസ്വേഡ് ഇപ്പോഴും ഉള്ളത്. അപ്പോൾ നമ്മൾ ശരിക്കും
വളരെ പാസ്വേഡൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണുള്ളത്. ശരിക്കും നമ്മളൊരു പാസ് ഫ്രേസൊക്കെ സെറ്റ് ചെയ്യാനാണ് ഏറ്റവും നല്ലത്. ഇപ്പം ഒരു എക്സാമ്പിൾ, ഐ മെറ്റ് ഹെയർ അറ്റ് 4 സ്റ്റാൻഡേർഡ്, അതൊരു പാസ് ഫ്രേസാണ്. ആ പാസ് ഫ്രേസ് വളരെ അങ്ങനെയുള്ളൊരു പാസ്വേഡ് ഹാക്ക് ചെയ്യാൻ വളരെ വിഷമമാണ്. നമുക്കിപ്പം പാസ്വേഡ് എത്രത്തോളം സ്ട്രോങ് ആണെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരുപാട് മാർഗ്ഗങ്ങൾ നമുക്കുണ്ട് അല്ലേ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ്, അതിൽ ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും സിമ്പിൾസും അതുപോലെ തന്നെ നമ്പേഴ്സും എല്ലാം ഉപയോഗിച്ചിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ്, ആർക്കും എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റാത്ത ഫ്രേസുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ പൊതുവേ ഇൻസ്റ്റാഗ്രാം ആയാലും ഫേസ്ബുക്ക് ആയാലും മറ്റ് സമൂഹ മാധ്യമങ്ങളിലെല്ലാം ഫിഷിംഗ് അറ്റാക്ക് വളരെ കോമൺ ആയിട്ട് കാണാൻ കഴിയും. അതിനെ താങ്കൾ എങ്ങനെയാണ് നോക്കി കാണുന്നത്? സോഷ്യൽ മീഡിയയിൽ ഫിഷിംഗ് അറ്റാക്കുകൾ ഇപ്പം വളരെ വ്യാപകമാണ്. കാരണം ഏറ്റവും കൂടുതൽ നമ്മുടെ ആളുകൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുകയാണ്, ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഉപയോഗിക്കുകയാണ്. അവിടെയൊക്കെ ഈ അറ്റാക്കുകൾ വ്യാപകമായിട്ട് വരുന്നുണ്ട്. ഇപ്പം പല ഇൻസിഡൻറ്റുമായിട്ടും അല്ലെങ്കിൽ പല ആക്ടിവിറ്റികളായിട്ടും കണക്ട് ചെയ്തിട്ടാണ് ഈ ഫിഷിംഗ് അറ്റാക്ക് വരുന്നത്. ഇപ്പം എന്തെങ്കിലും ആമസോണിൻ്റെ ബിഗ് ബില്യൺ സെയിൽ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു ഫിഷിംഗ് ലിങ്ക് ക്രിയേറ്റ് ചെയ്തിട്ട് ജനങ്ങൾക്ക് അത് അയച്ചു കൊടുക്കുകയാണ്. ബിഗ് ബില്യൺ സെയിൽ, ഐഫോൺ 10,000 രൂപയ്ക്ക് ഐഫോൺ, 20,000 രൂപയ്ക്ക് ഐഫോൺ. ശരിക്കും നമ്മുടെ പണത്തോടുള്ള ആർത്തി കാരണം നമ്മളതിൽ ചെന്ന് ചാടുകയാണ്, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഫേസ്ബുക്ക് പോലെ ഒരു വിൻഡോ തുറക്കുകയാണ്. ശരിക്കും അത് ഫേസ്ബുക്ക് അല്ല, ഫേസ് ലുക്ക് എന്നാണ് എഴുതിയിട്ടുള്ളത്. പക്ഷെ അത് പലരും ചിന്തിക്കില്ല, ആ ബിയും എല്ലാം ഒന്നും ആരും ശ്രദ്ധിക്കില്ല. ഞാൻ കാണാറുണ്ട് പ്രായമായവരൊക്കെ ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യുന്ന ആമസോണിൻ്റെ ഓഫർ. മിക്കവാറും അതൊക്കെ ഇതേപോലെ ഫിഷിംഗ് ലിങ്ക് ആയിരിക്കും. അപ്പോൾ നമ്മളവിടെ യൂസർ നെയിമും പാസ്വേഡും അടിക്കുകയാണ്. അപ്പോൾ പിന്നെ അത് നോ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആ രീതിയിലേക്ക് വിൻഡോ മാറുകയാണ്. അപ്പോൾ തന്നെ ആ യൂസർ നെയിം പാസ്വേഡും ഹാക്കർക്ക് ലഭിക്കുകയാണ്. ഈ രീതിയിലുള്ള ഒരുപാട് അറ്റാക്കുകൾ. അതുപോലെ തന്നെ ഹണിമൂൺ ഓഫർ എന്ന് പറഞ്ഞിട്ട് ഇപ്പം പെട്ടെന്ന് കല്യാണം കഴിഞ്ഞ ആൾക്കാരൊക്കെ ഫ്രണ്ട്സ് കളിതമാശൊക്കെ വേണ്ടിയിട്ട് ലിങ്കുകൾ അയച്ചു കൊടുക്കണം. അപ്പോൾ ആ രീതിയിലേക്കുള്ള രീതിയിൽ ഒരുപാട് രീതിയിൽ ഫിഷിംഗ് ആക്ടിവിറ്റി ഇപ്പം ക്യാമറ വരെ ഹാക്ക് ചെയ്യാമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആ രീതിയിലേക്കൊക്കെ ആക്ടിവിറ്റികൾ, ഫിഷിംഗ് ആക്ടിവിറ്റികൾ ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നാണ്. ഇപ്പോൾ താങ്കൾ ശരിക്കും ഒരു വിദ്യാർത്ഥിയിൽ നിന്ന് ഒരു സംരംഭകനായിട്ട് വളർന്നു വന്ന ഒരാളാണല്ലോ. അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ ഇപ്പോൾ പുതിയ പുതിയ സ്റ്റാർട്ടപ്പ് ഐഡിയാസൊക്കെ ആയിട്ട് സ്റ്റാർട്ടപ്പ് മിഷനിലെത്തുന്നുണ്ട്. അതുപോലെ ഐഡിയ പിച്ചിങ് കോമ്പറ്റീഷൻസിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ശരിക്കും എന്ത് ഒരു ഉപദേശം അല്ലെങ്കിൽ എന്ത് നിർദ്ദേശമാണ് താങ്കൾക്ക് നൽകാനുള്ളത്? ശരിക്കും വിദ്യാർത്ഥികൾ ഇപ്പം എനിക്ക് തോന്നുന്നു സ്റ്റാർട്ടപ്പുകൾക്ക് വളരെ പ്രാധാന്യമുള്ളൊരു കാലഘട്ടമായി ഇപ്പം നിലവിലുള്ളത്. ഇപ്പം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു കാലഘട്ടത്തിലുപരി പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമായിട്ട് സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവൽ മാറിക്കഴിഞ്ഞു. ഒരുപാട് സ്റ്റാർട്ടപ്പ് ഫെസ്റ്റുകൾ നമ്മുടെ നാട്ടിലിപ്പോൾ നടക്കുന്നുണ്ട്. അപ്പം കുട്ടികൾക്ക് അവരുടെ ഐഡിയ ഷോക്കേസ് ചെയ്യാനുള്ള ഒരുപാട് വേദികൾ ഇപ്പം കിട്ടുന്നുണ്ട്. അപ്പം കുട്ടികൾ മാക്സിമം അവരുടെ ഐഡിയാസ് ഷോക്കേസ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം എനിക്ക് തോന്നുന്നു യുവജന സംഘടനകൾ വരെ സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവൽ ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ മവാസോ എന്ന് പറഞ്ഞ സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവൽ, ട്രിവാൻഡ്രത്ത് നടന്ന സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവൽ വളരെ ഫേമസ് ആയിരുന്നു. കേരളത്തിൽ യുവജന സംഘടന ഏറ്റെടുത്ത് നടത്തി. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവൽ നമ്മൾ നടത്തുന്നുണ്ട്. സ്റ്റാർട്ടപ്പ് മിഷൻ ഒരുപാട് രീതിയിലുള്ള ഇതുപോലുള്ള സ്റ്റാർട്ടപ്പ് സമ്മിറ്റുകൾ നടത്തുന്നുണ്ട്. ഇയർലി അവർ കോൺക്ലേവുകൾ നടത്തുന്നുണ്ട്. അതുപോലെ സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവൽ നടത്തുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കുട്ടികൾക്ക് ഐഡിയ പ്രസൻറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. അതുപോലെ തന്നെ പല കോളേജുകളും ഇൻക്യുബേഷൻ സെൻറ്റർ ഫോം ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഗവൺമെൻറ് ഒരുപാട് ഫണ്ടുകൾ നൽകുന്നുണ്ട്. അപ്പം കുട്ടികൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ കുട്ടികൾക്ക് ഈ ഒരു സ്റ്റാർട്ടപ്പിനോടുള്ള ഒരു പാഷൻ, അവരുടെ ആ പാഷൻ വളർത്താൻ വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് ശരിക്കും ഇപ്പം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും കോളേജിൻ്റെ ഭാഗത്തുനിന്നൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം കുട്ടികൾ മാക്സിമം അവർക്ക് എന്താണോ ഫോക്കസ് ചെയ്യുന്ന സ്റ്റാർട്ടപ്പ്, അവർക്ക് ഇഷ്ടമുള്ള സ്റ്റാർട്ടപ്പ്, അതായത് അവർക്ക് ഏതിനോടാണോ താല്പര്യം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മേഖലയിൽ സ്റ്റാർട്ടപ്പ് തുടങ്ങുക എന്നുള്ളതാണ്. കാരണം സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നതിനോടനുബന്ധിച്ച് തന്നെ ഒരുപാട് സ്റ്റാർട്ടപ്പുകൾക്ക് ഫെയിലർ ആവുന്ന ഒരുപാട് കഥകൾ നമുക്ക് കേൾക്കാം. അപ്പം കുട്ടികൾ മാക്സിമം ഫോക്കസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുക. അവർക്ക് ഏത് മേഖലയോടാണ് ഇഷ്ടം ആ മേഖലയിൽ അതിനോടനുബന്ധിച്ചുള്ള സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ അതിൽ റിസർച്ച് ചെയ്യുക. കണ്ടിന്യൂസ്ലി ലേണിംഗ് എന്ന് പറയുന്നത്, അല്ലേ, പഠനം എന്ന് പറയുന്നത് ഒരിക്കലും എൻഡ് ചെയ്യാത്തൊരു പ്രക്രിയയാണ്. അപ്പം കണ്ടിന്യൂസ്ലി ലേൺ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അത് തന്നെയാണ് ഇതിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. അതായത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക, ലേൺ ചെയ്തുകൊണ്ടിരിക്കുക. ആ രീതിയിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ടും സക്സസ് ആവും. മഹാത്മാഗാന്ധിജി ഒരു കോട്ട് ഉണ്ട്, അല്ലേ, ഫ്യൂച്ചർ ഈസ് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് വി ഡു ഇൻ പ്രസൻറ്റ്. അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഭാവിയെ നിർണ്ണയിക്കുന്ന നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നു നോക്കിയിട്ടാണ്. അപ്പോൾ ആ രീതിയിലേക്ക് നമ്മൾ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആ രീതിയിലൊരു ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് സക്സസ് ആവാൻ വേണ്ടി പറ്റും. സാറിനിപ്പോൾ കഴിഞ്ഞ വർഷം കേരള ഗവൺമെൻറ്റിൻ്റെ യൂത്ത് ഐക്കൺ അവാർഡൊക്കെ കിട്ടിയിരുന്നല്ലോ. അപ്പോൾ അതിലേക്ക് എത്താൻ, ആ ഒരു അവാർഡ് കിട്ടാനുള്ള ശരിക്കുള്ള പ്രചോദനം എന്തായിരുന്നു? എനിക്ക് കേരള ഗവൺമെൻറ് യുവജന കമ്മീഷൻ്റെ യൂത്ത് ഐക്കൺ അവാർഡ് സാമൂഹ്യ പ്രവർത്തനത്തിലാണ് ശരിക്കും എനിക്ക് കിട്ടിയിട്ടുള്ളത്.
അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് സ്കൂൾ കോളേജ് ലൈഫിൽ തന്നെ സോഷ്യൽ ആക്ടിവിറ്റികൾ ചെയ്യാൻ വേണ്ടി ഭയങ്കര ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ്. അതിനുവേണ്ടി നമ്മൾ ഒരുപാട് കമ്മ്യൂണിറ്റികൾ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. കോവിഡ് സമയത്തും അതുപോലെ തന്നെ പ്രളയ സമയത്തും ഒക്കെ നമ്മൾ ഒരുപാട് കൂട്ടായ്മകൾ രൂപീകരിച്ചിട്ട് ആ കൂട്ടായ്മയുടെ ഭാഗമായിട്ടുള്ള ഒരുപാട് സോഷ്യൽ ആക്ടിവിറ്റികൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം പ്രളയ സമയത്തൊക്കെ നമ്മൾ ഒരു റെസ്ക്യൂ വിങ് തന്നെ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. റെസ്ക്യൂ വിങ് രൂപീകരിച്ചിട്ട് അന്നത്തെ നമ്മുടെ സൈബർ ഡോമിൻ്റെ ഡെപ്യൂട്ടി കമാൻഡർ ആയിരുന്നു, നമ്മുടെ മെൻഡർ കൂടിയായിരുന്ന സുഭാഷ് ബാബു സാറിൻ്റെ അണ്ടറിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ ഒരു വിങ് രൂപീകരിക്കും. അതുപോലെ തന്നെ ആർമിയായിട്ടും കേരള പോലീസുമായിട്ടൊക്കെ സഹകരിച്ചിട്ട് നമ്മൾ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന രീതിയിലേക്കൊക്കെ നമ്മൾ ഒരുപാട് വിങ്ങുകൾ ഈ പ്രളയ സമയത്ത് നമ്മൾ രൂപീകരിച്ചത്. അപ്പോൾ കോവിഡ് സമയത്ത് ഒരുപാട് രീതിയിലുള്ള ആക്ടിവിറ്റികൾ, വളണ്ടിയർ ആക്ടിവിറ്റി ചെയ്യാൻ പറ്റിയിരുന്നു. അതുപോലെ തന്നെ കോവിഡ് സമയത്ത് എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം, ശരിക്കും ഈ യൂത്ത് ഐക്കൺ അവാർഡിലേക്ക് എത്തിപ്പെടാനുള്ളൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് കോവിഡ് സമയത്ത് നടത്തിയൊരു ആക്ടിവിറ്റിയാണ്, ഓൺലൈൻ യൂത്ത് ഫെസ്റ്റിവൽ. ശരിക്കും കോവിഡ് സമയത്ത് കേരളത്തിലെ കോളേജുകളെല്ലാം ഷട്ട് ഡൗൺ ആയി. അതായത് ഒരു തരത്തിലുള്ള ആക്ടിവിറ്റികൾ നടക്കുന്നില്ല. ഫൈനൽ ഇയേഴ്സിൻ്റെ ഫെസ്റ്റുകളൊക്കെ ഷട്ട് ഡൗൺ ആയ ഒരു കാലഘട്ടത്തിൽ ആ സമയത്താണ് ഒരു ഓൺലൈൻ കലോത്സവം എന്നുള്ളൊരു ഐഡിയ വരികയും കേരളത്തിൽ ഏകദേശം 60ഓളം കോളേജുകളിൽ ഈ കലോത്സവം സംഘടിപ്പിക്കാൻ പറ്റി. കർണാടകയിൽ, തമിഴ്നാട്ടിലും മഹാരാഷ്ട്രയിലടക്കം ഒരുപാട് കോളേജുകളിൽ ഈ കലോത്സവം സംഘടിപ്പിക്കാൻ പറ്റി. അപ്പോൾ അതിന് കൂടെ തന്നെ അന്ന് ഒരുപാട് റെക്കഗ്നൈസേഷൻ അതിൻ്റെ ഭാഗമായിട്ട് പല സ്റ്റേറ്റിൽ നിന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് യൂത്ത് ഐക്കൺ അവാർഡും കിട്ടിയത്. അതുപോലെ തന്നെ സൈബർ മേഖലയിൽ നമ്മൾ നടത്തിയ ഒരുപാട് ആക്ടിവിറ്റികളും യൂത്ത് ഐക്കൺ അവാർഡിൻ്റെ ഭാഗമായിട്ട് പരിഗണിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ അതൊക്കെ വളരെ സന്തോഷം തരുന്ന, നമുക്ക് കിട്ടുന്ന ഓരോ അവാർഡുകളും ഓരോ അംഗീകാരങ്ങളും നമുക്ക് വീണ്ടും വീണ്ടും വർക്ക് ചെയ്യാനുള്ള, വീണ്ടും ഇപ്പം ധനുപ് പറഞ്ഞ സൈബർ വാരിയർ എന്ന് പറഞ്ഞ ഒരു പോരാളിയാവാനുള്ള പ്രചോദനമാണ് നമുക്ക് കിട്ടുന്ന ഓരോ അംഗീകാരവും എന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം നമ്മളുടെ ജീവിതം ശരിക്കും നമ്മുടെ ബിസിനസ്സിൻ്റെ കൂടെ തന്നെ നമ്മളെ കൊണ്ട് സമൂഹത്തിനും കൂടെ ഒരു ഉപകാരം ഉണ്ടാവണം, ഗുണമുണ്ടാവണം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു രീതിയിലോട്ട് ആണ് എൻ്റെ ആക്ടിവിറ്റികളെ എപ്പോഴും ഞാൻ നോക്കിക്കാണുന്നത്. ആ ഒരു രീതിയിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ എപ്പോഴും ശ്രമിക്കുന്നത്. അപ്പം അതിനൊക്കെയുള്ളൊരു അംഗീകാരമാണ് എനിക്ക് കിട്ടിയ അവാർഡ്. അപ്പോൾ അതിലൊരുപാട് സന്തോഷമുണ്ട്. ശരിക്കും യൂത്ത് ഐക്കൺ അവാർഡ് കിട്ടിയപ്പോൾ വളരെ സന്തോഷം തോന്നിയ ഒരു നിമിഷമായിരുന്നു അവാർഡ് കിട്ടുക. അപ്പോൾ ഇനിയും ഒരിക്കലും സ്റ്റോപ്പ് ആവാതെ ഇനിയും ഇതുപോലുള്ള സോഷ്യൽ ആക്ടിവിറ്റികൾ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്.